എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പുതിയതായിട്ട് അധികാരത്തിൽ വന്ന UDF സർക്കാർ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ശക്തമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പെൻഷൻ എല്ലാ മാസവും കൃത്യമായിട്ട് വിതരണം ചെയ്യുക, അതോടൊപ്പം തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, അതോടൊപ്പം അനർഹരായിട്ടുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഉടൻ തന്നെ ഒഴിവാക്കുക. പുതിയ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൃത്യത പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ മാസവും 24-ാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ജൂലൈ 24-ന് ആരംഭിച്ച ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള പെൻഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്കും സർക്കാർ കടന്നിരിക്കുകയാണ്. നിലവിൽ 1000 വീതം ലഭിച്ചിരുന്ന ക്യാൻസർ, വൃക്കരോഗം, ക്ഷയരോഗം എന്നിവയുള്ള രോഗികൾക്ക് ധനസഹായമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബജറ്റിലെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർധനവ് നടപ്പിലാക്കുന്നത്. ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ കാലയളവിലാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. നിലവിൽ 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ ഒരു ധനസഹായത്തിന് അർഹതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനി മാസം 4000 രൂപ വരെ 2 ആനുകൂല്യങ്ങളായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതേസമയം UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുന്നതിലേക്കും സർക്കാർ കടക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. നിലവിലെ 2000 രൂപയിൽ നിന്ന് 3000 രൂപയായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാരിന് വരുന്ന അധിക സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനായിട്ട് അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്നവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ വാർഷിക മസ്റ്ററിങ്ങിലൂടെ മരണമടഞ്ഞവരും കേരളത്തിൽ സ്ഥിരതാമസമല്ലാത്ത നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പുതിയ അപേക്ഷകളിലൂടെ കൂടുതൽ പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്ന കുടുംബാംഗങ്ങളുള്ളവർ, നിശ്ചിത പരിധിയിൽ കൂടുതൽ സ്വകാര്യ 4 ചക്ര വാഹനമുള്ളവർ തുടങ്ങിയവർക്ക് അനർഹരായിട്ടുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വരുമാനം കുറച്ച് കാണിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങളുടെ വിവരം മറച്ചുവെച്ചും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെയും കണ്ടെത്തി ഒഴിവാക്കുവാനായിട്ട് പെൻഷൻ പട്ടിക സമഗ്രമായിട്ട് പരിശോധിക്കുവാനാണ് സർക്കാർ നീക്കം നടക്കുന്നത്. ജൂലൈ മാസം മുതൽ ആരംഭിച്ച ഈ വർഷത്തെ ക്ഷേമ പെൻഷന്റെ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തുടരുന്നതാണ്. സർക്കാർ നിശ്ചയിച്ച അവസാന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരെ താൽക്കാലികമായിട്ട് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. നിലവിൽ സംസ്ഥാനത്ത് ഏകദേശം 66.22 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉള്ളത്. ഇതിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.7 ലക്ഷം പേരും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടുന്നതാണ്. അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രം 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന രീതിയിലേക്ക് മാറുകയാണ് എങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക ഭാരം നിയന്ത്രിക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. ഒരു ഓണസമ്മാനമായിട്ട് അടുത്ത മാസം ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അല്ലാത്ത പക്ഷം വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാകുന്ന സെപ്റ്റംബർ 30-ന് ശേഷം പെൻഷൻ വർധനവ് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.